ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുള്ളവരുടെ കരങ്ങൾ ഉയർത്തി അതിവേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും എന്റെ കടന്നു വന്ന എല്ലാ ദൈവമക്കൾക്കും എന്റെ സ്നേഹവന്ദനം. കഴിഞ്ഞ 8 മാസം കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ച് നമ്മളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തോത്രം ചെയ്യാം. എത്ര സ്തുതിച്ചാലും മതി വരികയില്ലല്ലോ. ഹല്ലേലൂയ. കഴിഞ്ഞ സങ്കീർത്തനം 30 കർത്താവിന്റെ വചനത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ നമുക്ക് കേന്ദ്രീകരിക്കാം. ഹല്ലേലൂയ. സങ്കീർത്തനം 30-ാമത്തെ സങ്കീർത്തനം ദാവീദാൽ എഴുതിയിരിക്കുന്ന സങ്കീർത്തനം 30. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: I will exalt you, Lord, for you lifted me up out of the depths and did not let my enemies gloat over me. Hallelujah. ഒന്ന് വായിച്ചട്ടെ. മലയാളത്തിൽ 30-ന്റെ 1 വായിച്ചട്ടെ. യഹോവേ, ഞാൻ നിന്നെ പുകഴ്ത്തുന്നു. നീ എന്നെ ഉദ്ധരിച്ചിരിക്കുന്നു. എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയതുമില്ല. എന്റെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ നീ ഇടയാക്കിയില്ല. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ തിരിഞ്ഞു നോക്കി കഴിയുമ്പോൾ ദൈവം നമുക്ക് ഒരിക്കലും ശത്രുക്കളുടെ മുന്നിൽ ലജ്ജിച്ചു പോകുവാനോ നിന്ദിക്കപ്പെടുവാനോ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടില്ല. ആ കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ആദ്യത്തെ ഇങ്ങനെ പറയുന്നത്, ഗോഡ് ലിഫ്റ്റ് us from the pit. അല്ലേ? നമ്മളെ കർത്താവ് ദൈവം ഫ്രം ദി പിറ്റ് എന്നതിന്റെ അർത്ഥം അല്ലേ? അപ്പോൾ ശത്രുക്കൾ മുൻപാകെ നമുക്ക് വചനത്തിൽ സങ്കീർത്തനത്തിൽ 23-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു: ശത്രുക്കൾ മുൻപാകെ എനിക്ക് വേണ്ടി മേശ ഒരുക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. അപ്പോൾ കഴിഞ്ഞ നാളുകൾ ദാവീദിന്റെ ഈ സങ്കീർത്തനത്തിൽ ദാവീദ് കഴിഞ്ഞ നാളുകൾ അവന്റെ ശത്രുക്കളുടെ മുന്നിൽ അവനെ പലപ്പോഴും നിന്ദ അനുഭവിക്കേണ്ട പല സാഹചര്യങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ ഉണ്ടായോണ്ട് ദാവീദ് പറയുന്നത്, അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ദാവീദ് തിരിഞ്ഞു നോക്കുക. കഴിഞ്ഞ നാളുകൾ ശത്രുക്കളുടെ മുന്നിൽ വീണു പോകേണ്ട സ്ഥാനത്ത് പരമാമൻ ഹ്യൂമിലിറ്റി ആയ സമയത്ത്, മോക്ഡ് ആയ സമയത്തൊക്കെ എന്നെ എങ്ങനെ സ്വർഗത്തിലെ ദൈവം എൻ്റെ കരത്തെ പിടിച്ച് ആ നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് ദൈവം എന്നെ എങ്ങനെ പിടിച്ചു ഉയർത്തി എന്ന് ദാവീദ് നോക്കി കർത്താവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകൾ ശത്രുക്കളുടെ മുന്നിൽ, ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് മാനുഷ്യമായ ഒരു ശത്രു ഇല്ല. നമുക്ക് മനുഷ്യനല്ല ശത്രു. പിന്നെയോ ശത്രു എന്ന് പറയുന്നത് ഈ ലോകത്തിലെ അന്ധകാരത്തിലെ ഇരുട്ടിന്റെ സാമ്രാജ്യത്തിന്റെ രാജാവായിരിക്കുന്ന പൈശാചിക ശക്തിയായ ലൂസിഫറും അവന്റെ സൈന്യം എന്ന് പറയുമ്പോൾ പൈശാചിക ശക്തി നമ്മളെ തകർക്കുവാനും നമ്മളെ നിന്ന പാത്രമാക്കുവാനും നമ്മളെ താഴ്ത്തി കെട്ടുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്തിൽ നമുക്ക് വിളിച്ചു പറയുവാൻ അവകാശമാണ്. നമുക്ക് വിളിച്ചു പറയുമ്പോൾ അഭിമാനത്തോടെ വിളിച്ചു പറയാൻ പറ്റുമാ, എന്റെ ശത്രുക്കളുടെ മുന്നിൽ ഒരു നാളും വീഴുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമ്മളെ കഴിഞ്ഞ ആളുകൾ പരിഹസിച്ചവരുണ്ട്. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും നമ്മൾ വിചാരിക്കും മനുഷ്യരെ നമ്മളെ പരിഹസിക്കുന്നതല്ല, മനുഷ്യനിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തി അല്ലെങ്കിൽ ആ മണ്ഡലങ്ങളാണ് നമ്മളെ പരിഹസിക്കുന്നത്. നമ്മൾ വീഴുമ്പോൾ ചിരിക്കുന്നത് മനുഷ്യനല്ല, ആ അവരിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാ അവരെയോട് ജയിപ്പിക്കുന്നുള്ള കാര്യം മറന്നുപോകല്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ ശത്രുക്കളുടെ മുന്നിൽ മേശ ഒരുക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽ നമ്മൾ മറന്നു പോകുവാൻ ഇടയാകല്ല. ഞാൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിൽ, ആയിരിക്കുന്ന മണ്ഡലങ്ങളിൽ, അത് ശുശ്രൂഷയുടെ ബന്ധത്തിലായിക്കൊള്ളട്ടെ, ജോലിയുടെ ബന്ധത്തിലായിക്കൊള്ളട്ടെ, ഭാവിയുടെ ബന്ധത്തിലായിക്കൊള്ളട്ടെ, നിനക്ക് വേണ്ടി നിന്നെ ഉയർത്തിയ ഒരു ദൈവമുണ്ടെങ്കിൽ ഇന്ന് പകൽ ആ ദൈവത്തെ സ്തോത്രം ചെയ്യാതിരിക്കല്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ, നീ എന്നെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണമേ അല്ലേ? ശത്രുക്കൾ മുൻപ് ആമേൻ. and did not let my enemies gloat over me. ഒന്ന് വായിച്ചാ വാക്യ ആ പദം. എന്നെ ശത്രുക്കൾ എന്നെക്കുറിച്ച് സന്തോഷിപ്പാൻ. അപ്പോൾ ദാവീദ് എഴുതിയ സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്ന ഒരു പദമുണ്ട്, ആദ്യം എന്റെ ശത്രുക്കളുടെ മുന്നിൽ എന്തുവാ
എന്റെ ശത്രുക്കളുടെ മുന്നിൽ മേശ ഒരുക്ക് ദൈവം. അത് വേറെ കാര്യം. സന്തോഷിപ്പാനിടയാകല്ല അല്ലെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവമേ എന്റെ ശത്രുക്കളുടെ മുന്നില് എന്റെ ശത്രുക്കൾ എന്റെ നിന്ദത കണ്ട്, എന്റെ പ്രയാസം കണ്ട്, എന്റെ പരാജയം കണ്ട് ആ ശത്രു സന്തോഷിപ്പാൻ ദൈവം അനുവദിക്കലേ എന്ന്. ഹല്ലേലൂയ. ദൈവം കഴിഞ്ഞ നാളുകൾ ശത്രുവൊക്കെ എന്ത് ചെയ്തു? നമ്മൾ മാറി നിന്ന് പരിഹസിച്ച് ചിരിച്ച് നമ്മളെ ഒരു എന്താ പറയുക താഴ്ത്തി കെട്ടി സംസാരിച്ചപ്പോൾ ശത്രു വിചാരിച്ചില്ല അല്പനിമിഷത്തേക്ക് ശത്രുവിന്റെ കയ്യിൽ വിജയം വന്നെങ്കിലും സർവശക്തനായ യഹോവയായ ദൈവ അവന്റെ അധികകാലം സന്തോഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിച്ചില്ല. ഹല്ലേലൂയ. അവന്റെ നിന്ദകളുടെ മുന്നിൽ അവനെ സന്തോഷിപ്പാൻ ദൈവം അനുവദിക്കാതിരുന്നില്ല. നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാമ. നിന്ദിക്കുന്നവരുടെ മുന്നിൽ മാനിച്ച ദൈവമ, വീണവരുടെ മുന്നിൽ നാം ഉയർത്തിയ ദൈവമ, ആരും താങ്ങാതെ നിന്നപ്പോൾ കരം താങ്ങി പിടിച്ച ദൈവത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു പ്രസന്റ് ടൈമില് പലപ്പോഴും നമ്മുടെ ലൈഫ് പുൾ ഡൗൺ ചെയ്യുന്ന ഒരു അനുഭവം ഉണ്ട്. ഡിപ്രഷന്, ഫെയിലിയർ അല്ലേ, അങ്ങനെ പല കാര്യങ്ങൾ, ഭയം, ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഈ സമയത്ത് ഈ പ്രസന്റ് ടൈമിൽ പുൾ ഡൗൺ ചെയ്യുമ്പോൾ കർത്താവിന്റെ കരം ഒരിക്കലും ഷോർട്ട് അല്ല. ദൈവത്തിന്റെ കരം ഷോർട്ട് അല്ല. ദൈവം തന്റെ കരത്തെ നീട്ടി വിടുവിക്കുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തെ ഇന്ന് പകൽ നമ്മൾ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 37-24 വാക്യം ഇങ്ങനെ പറയുന്നു, യോസേഫ് അവിടെയും തുണയായിരുന്ന ദൈവം. ഹല്ലേലൂയ. ഒന്ന് വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം 37-24 Genesis chapter 20, Genesis chapter 37 verse 24. അവനെ എടുത്തൊരു കുഴിയിലിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയാണ്. അവർ ഭക്ഷണം കഴിപ്പാനിരുന്നപ്പോൾ തലപൊക്കി നോക്കി, ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയെ പോകുന്ന ഇസ്മായേലിയരുടെ ഒരു യാത്രാകൂട്ടം വരുന്നത്. ദർശനം കണ്ടവനെ പൊട്ടക്കിണറ്റിലിട്ടു. ആമേൻ. സ്തോത്രം. ഞാൻ ഇന്നലെ ഞങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ദൈവശബ്ദം എല്ലാവരും കേൾക്കത്തില്ല. സ്തോത്രം. യോസേഫയുടെ ശബ്ദം തന്റെ സഹോദരന്മാർ കേട്ടിട്ടില്ല. ഞാൻ കേൾക്കുന്ന ശബ്ദം എന്റെ ഭാര്യ കേൾക്കണമെന്നില്ല. എനിക്ക് കിട്ടിയ കാഴ്ചപ്പാട് എന്റെ വൈഫിന് കിട്ടണമെന്നില്ല. അല്ലെങ്കിൽ എന്നെ കർത്താവ് കാണിച്ചിരിക്കുന്ന കാര്യങ്ങൾ അത് അവർക്ക് ലഭിക്കണമെന്നില്ല. കാരണം അവര് ചിന്തിക്കുന്നത് ലോകപ്രകാരമാണ്. യോസെഫിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അങ്ങനെ. ഒരു ദർശനം കാണിച്ചു. ആ ദർശനത്തിന് യോസെഫ് കണ്ട ദർശനത്തിന് സഹോദരന്മാരായ യോസെഫിന് എത്ര സഹോദരന്മാരുണ്ട്? ഏകദേശം 11 സഹോദരന്മാരാ. 12ാമത്തെ യോസെഫ് യാക്കോബിന്റെ മകനായ, ഏറ്റവും കൂടുതൽ സ്നേഹിക്കപ്പെട്ട യാക്കോബിന്റെ മകനായ യോസെഫ്. ഹല്ലേലൂയ. അവൻ അറിയപ്പെടുന്നത് വിശ്വസ്തനായ ദാസൻ എന്നറിയപ്പെടും. അവൻ എവിടൊക്കെ പോയി അവിടൊക്കെ അവൻ വിശ്വസ്ത പുലർത്തിയിരുന്നു. ഹല്ലേലൂയ. ദർശനം കണ്ടത് യോസെഫ് എങ്കിൽ ശത്രു അവൻ എടുത്തെറിഞ്ഞത് പൊട്ടക്കിണറ്റില. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോൾ ആരെ അവിടുത്തെ കടന്നു വരുന്നത്? കടന്നു പോകുന്ന ആരാ? ഗിലെയാദിൽ നിന്ന് സാമ്പ്രാണിയും സുഗന്ധപശ്യവും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേലിന്റെ ഒരു യാത്രാ കൂട്ടം. അപ്പോൾ ഇസ്മായേലിന്റെ ഒരു യാത്രാ കൂട്ടം ഇവര് കണ്ടു. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോൾ അവന്റെ കാൽ യോസെഫിനോട് ചോദിക്കുക, യോസെഫിന് എന്റെ കാലും കൈ പൊട്ടിയോ, ഒടിഞ്ഞോ എന്ന് ചോദിക്കാം. പക്ഷെ ഇവിടെ അവർക്ക് കൊടുക്കും. ഇസ്മായിലിന്റെ ഒരു കൂട്ടം ഇവിടെ എങ്ങോട്ട് പോവാ? അവർ യാത്ര എങ്ങോട്ട് തിരിക്കുക? എങ്ങോട്ട് യാത്ര? അവരുടെ മിസ്രൈമിലോട്ടുള്ള യാത്ര. അപ്പോൾ ദൈവത്തിന്റെ പദ്ധതി അവിടുന്ന് ആരംഭിക്കുന്നു. ഹല്ലേലൂയ. യോസെഫിനെ കാണിച്ച ദർശനത്തിന്റെ മുന്നിൽ അത് പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ
അവന്റെ ആരംഭം മിസ്രൈമിലോട്ടുള്ള യാത്രയാ. ഹല്ലേലൂയ. യേശുവിന്റെ അധികാരമുള്ള നാമത്തില്ല നിന്നെ എടുത്ത് എറിഞ്ഞത് പൊട്ടക്കിണറ്റിലാങ്കില്ല. ആമേൻ. നിന്നെ വേണ്ട എന്ന് മാറ്റി നിർത്തിയ ജനമാങ്കില്ല. നിന്റെ ചാർച്ചക്കാര്, സമൂഹമേ, ബന്ധുമിത്രാദികള്, കൂട്ടുകാര്, നിന്റെ കൂടെയുള്ള കൂടപ്പറപ്പുകാര്, അവരെ നിന്നെ പൊട്ടക്കിണറ്റിൽ എടുത്തിട്ടിരിക്കുന്നെങ്കിൽ, എടുത്തെറിഞ്ഞിരിക്കുന്നെങ്കിൽ, ഇന്ന് പകല നിന്നെ കുറിച്ചൊരു ദൈവത്തിന് പദ്ധതി ഉണ്ടെങ്കിൽ യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദർശനം കണ്ടവനെ പിടിച്ചു നിർത്തുവാന് ഒരു പൈശാചിക ശക്തിക്ക് പറ്റുകയില്ല എന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ല. നിന്നെ കാണിച്ച ദർശനം സ്വർഗമാകില്ല. നീ അങ്ങനെ തന്നെ യാത്ര മുന്നേറണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ റബ ശലദലവ. പൊട്ടക്കിണറ്റിൽ കിടക്കുന്ന യോസേഫ് മിസ്രൈമരുടെ കയ്യിൽ പോകുന്നു. ആമേൻ. ഇസ്മായിലിന്റെ കൂട്ടരുടെ കയ്യിൽ പോകുന്നു. അവിടുന്ന് അവന്റെ യാത്രയുടെ ആരംഭം. ഹല്ലേലൂയ. അതായത് ദർശനത്തിന്റെ ആരംഭം അവിടെ നിന്ന്. ഹല്ലേലൂയ. ദർശനം വെളിപ്പെടുത്തുന്നത് ഇത്രയേ ഉള്ളൂ. ആമേൻ. അവന്റെ ബ്രിക്കിന്റെ മുന്നിൽ മറ്റു ബ്രിക്കുകൾ ആമേൻ വണങ്ങുന്നതായിട്ട്. പക്ഷെ ഏത് രാജ്യം, ഏത് ഡെസിഗ്നേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് അവിടെ എത്തണമെങ്കിൽ ദൈവത്തിന് ചിലത് പ്രൊസീജർ ഉണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേറ്റിൽ കിടന്ന നമ്മളെ ദൈവം വിടുവിച്ചതാ. ഹല്ലേലൂയ. എത്ര പേർക്ക് അത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആമേ. യോസേഫേ, നിന്റെ യാത്ര ദൂത് പറയാമോ? യോസേഫേ, നിന്നെ ആമേൻ പൊട്ടക്കിണറ്റിൽ ഇട്ടെങ്കിൽ ഇവിടുന്ന് നിനക്കൊരു പുതിയ യാത്രയ്ക്ക് വേണ്ടിയാ, പുതിയ അധികാരത്തിന് വേണ്ടിയാ ആമേൻ ഒരു ഡോർവേ ദൈവം തുറക്കുക. ഓ റിവ ശലദലവ റബ്ദലവ റദലവേ. ഒരു പുതിയ ഡോറുകള്, പുതിയ വാതിലുകൾ ദൈവം തുറക്കുക. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ വാതിൽ തുറന്നത് ദൈവമാ. ഹല്ലേലൂയ. പൊട്ടക്കിണറ്റിൽ സഹോദരന്മാര് കൊണ്ടിട്ടിട്ട്, സഹോദരന്മാർ അവരെ വസ്ത്രം എടുത്തിട്ട് ആമേൻ ഒരു ആനിമലിനെ അല്ലെങ്കിൽ ഒരു ഗോട്ടിനെ അല്ലെങ്കിൽ എന്ത് ആമേൻ ഒരു ഗോട്ടിനെ അല്ലെങ്കിൽ ആമേൻ അവർ സാക്രിഫൈസ് ചെയ്തിട്ട് അവന്റെ വസ്ത്രം രക്തത്തിൽ ആമേൻ ഡിപ്പ് ചെയ്തിട്ട് ആമേൻ അവന്റെ പിതാവായ യാക്കോബിനെ എടുത്ത് കൊണ്ടുപോകുമ്പോൾ അവരവിടെ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്ലാനുകൾ ഇതുവരെ ശരിയാ. ശത്രുവെ, ഇതുവരെ നീ എക്സിക്യൂട്ട് ചെയ്ത പ്ലാനില് നീ വിജയിച്ചു. പക്ഷെ ഇത് കഴിഞ്ഞുള്ള പദ്ധതി ഉണ്ടല്ലോ, ഇത് എന്റെ യഹോവയായ ദൈവത്തിന്റെ പദ്ധതി എന്നുള്ള കാര്യം ഇത് പകൽ മറന്നു പോകല. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് ദൂത് എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കപ്പെടുന്നുണ്ട്. എത്ര പേർക്ക് ദൂത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? ആമേൻ. നിന്നെ കൊണ്ടുവന്ന് പരിഹസിച്ചവരും ചിരിച്ചവരും പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോൾ നിന്നെ ചിരിച്ചവരുണ്ട്. നിന്റെ അവസ്ഥകളെ കണ്ട് മാറി നിന്ന് അമ്മ സന്തോഷിച്ചവരുണ്ട്. പക്ഷെ അവരറിയാത്തൊരു കാര്യമുണ്ട്, ദൈവത്തിന്റെ പദ്ധതിയുടെ ആരംഭമായത്. ഹല്ലേലൂയ. അടുത്തൊരു അധ്യായത്തിന്റെ ആരംഭമാ, അടുത്തൊരു അനുഗ്രഹത്തിന്റെ ആരംഭമാ, അടുത്തൊരു ദർശനത്തിന്റെ പൂർത്തീകരണത്തിന്റെ ആരംഭം എന്നുള്ള കാര്യം ഇന്ന് മറന്നു പോകല്ലോ. ആമേൻ. അവന്റെ പൊട്ടക്കിണറ്റിൽ ഇട്ടപ്പോൾ അവര് വിചാരിച്ചു പൊട്ടക്കിണറ്റിൽ അവന്റെ അവസാനമാണ്. മനുഷ്യൻ പരിഹസിച്ച ശത്രുവിനെ പൊട്ടക്കിണറ്റിൽ ഇടുന്നത് അവിടെ നിന്റെ അവസാനമല്ല, അവിടുന്ന് നിന്റെ ബിഗിനിങ്. അവിടെ നിന്റെ അവസാനമല്ല, അവിടുന്ന് നമ്മുടെ ബിഗിനിങ്. ഓ, എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് വചനം ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട്? എവിടെ നിന്റെ അവസാനമാണ് അവിടുന്ന് നിന്റെ ആരംഭമാ. ഓ, പൈശാച മണ്ഡലങ്ങളെ തകർത്ത ആമേ പദ്ധതികളുടെ എതിരായി ആമേ പ്രവർത്തിക്കുന്ന ഒരു കരം ഇന്നുമുണ്ട്.
യോസേഫിന് വേണ്ടി Yes, Lord Jesus. കരം നീട്ടിയ കരം Amen. യഹോവയായ ദൈവത്തിന്റെ ഇസ്രായേലിന് വേണ്ടി നീട്ടിയ കരം യഹോവയായ ദൈവത്തിന്റെ കരം. തന്റെ പ്രവാചകന്മാരായ ദാസന്മാർക്ക് വേണ്ടി നീട്ടിയ കരമാ യഹോവയായ ദൈവത്തിന്റെ കരമാ. ഈ കരം എവിടൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ചെങ്കടലെ രണ്ടായി വിവാഹിക്കപ്പെടുവാൻ വേണ്ടി ഈ കരം ചലിക്കപ്പെട്ടിട്ടുണ്ട്. തന്റെ ജനത്തെ വിടുവിക്കുവാൻ ഈ കരം ചലിപ്പിച്ചിട്ടുണ്ട്. രോഗികളെ സൗഖ്യമാക്കുവാൻ പുതിയ നിയമത്തിൽ ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുവാൻ ഈ കരം നീട്ടിയിട്ടുണ്ട്. എവിടൊക്കെ ഈ കരം നീട്ടിയിട്ടുണ്ടോ, എവിടൊക്കെ ഈ കരം വെച്ചിട്ടുണ്ടോ, അവിടൊക്കെ വിടുതലും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ദൂത് പറയാം. ഹല്ലേലൂയ. ദൂതിങ്ങനെ നിന്റെ കൂടെയുള്ളവർ വിചാരിക്കും, നമ്മുടെ കൂടെയുള്ളവർ വിചാരിക്കും, നമ്മുടെ പാർട്ട്നേഴ്സ്, നമ്മുടെ സഹോദരന്മാരും വിശ്വാസികൾ, ബന്ധുമിത്രാദികൾ, ചർച്ചക്കാർ വിചാരിക്കും ഇവൻ പൊട്ടക്കിണറ്റിലാണ് കിടക്കുന്നതെന്നാണ്. ശരിയായിരിക്കും, ഇന്ന് നമ്മൾ പൊട്ടക്കിണറ്റിൽ കിടന്നോട്ടെ. പക്ഷെ നിന്നെ പൊട്ടക്കിണറ്റിൽ കിടക്കുവാൻ അധിക നാൾ ദൈവം സമ്മതിക്കത്തില്ല. അവിടുന്ന് പുറത്തു വരുന്ന ഒരു കാലമുണ്ട്. അന്ന് നീ കൊതിക്കും നിന്റെ കൂടെയുള്ളവരെ ഒരു നേരം കാണുവാന്. അന്ന് നീ കൊതിക്കും. ആമേന അല്പം ഒരു ദിവസം പോലും ഭവനത്തിൽ ഇരിക്കുന്ന രീതിയിൽ കൊതിക്കുന്ന ഒരു നാളുകളുണ്ട്. ഹല്ലേലൂയ. അന്ന് നിങ്ങൾ കൊതിച്ചാലും കാണാൻ പറ്റാത്ത കാര്യങ്ങളിൽ കാണാൻ പറ്റാത്ത രീതിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി ആ വ്യക്തിയിൽ കൂടെ വെളിപ്പെടാൻ പോകുന്ന ആളുകളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് ജോയലിനെ കാണുന്നുണ്ടെങ്കിൽ നാളെ കർത്താവ് അനുവദിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി ഞാൻ ഒരു ഉദാഹരണത്തിൽ പറയുക. പൊട്ടക്കിണറ്റിൽ ജോയലിൽ കിടക്കുന്നെങ്കിൽ പക്ഷെ ഒരു കാര്യമുണ്ട്, ജോയലിന്റെ കൂടെയുള്ളവൻ കാണാത്ത ദർശനം ജോയൽ കണ്ടിട്ടുണ്ട്. ജോയൽ അവന്റെ കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, അവന്റെ പ്രസാദമോ ജീവപര്യന്തമുള്ളത്. അപ്പോൾ ശ്രദ്ധയെങ്കിൽ കരച്ചിൽ വന്ന് രാപ്പാർക്കും, ആനന്ദഘോഷം വരും. അപ്പോൾ God's anger is temporary but his favor is ജീവപര്യന്തം. Yes. കോപം ക്ഷണനേരത്തേക്കേ ഉള്ളൂ, ടെമ്പററിയാ. പക്ഷേ പ്രസാദമോ ജീവപര്യന്തം. ആമേൻ. ഹല്ലേലൂയ. ലൈഫ് ടൈം. ഹല്ലേലൂയ. എറ്റർണൽ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ദൈവം, നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവം കോപിച്ച പല മേഖലകളുണ്ട്. പഴയ നിയമത്തിൽ ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കോപമുള്ള ദൈവമായിരുന്നു, ദൂരൻ ശിക്ഷിക്കുമായിരുന്നു. ഹല്ലേലൂയ. നിയമം തെറ്റിച്ചാൽ അന്നേരം ഓൺ ദ സ്പോട്ട് അടിയായിരുന്നു. അത് രാജാവായിക്കോട്ടെ, രാജ്ഞി ആയിക്കോട്ടെ, പ്രവാചകന്മാരായിക്കോട്ടെ, പ്രവാചകന്മാരായിക്കോട്ടെ. ആമേൻ. ദൈവം ഒന്ന് ക്ഷമിക്കാൻ പറ്റിയ ഒരു ദൈവമായിരുന്നു, അല്ലെ? അങ്ങനെ ആയിരുന്നെങ്കിൽ പഴയ നിയമത്തിൽ തന്നെ നമുക്ക് കാണാം, നോയുടെ കാലത്തിൽ ദൈവത്തിന്റെ കോപം വന്നപ്പോൾ ദൈവം ആ പട്ടണം മൊത്തം ഏരിയ പട്ടണത്തെ ദൈവം തീർത്തു കളയുവാൻ ഇടയായി. ഹല്ലേലൂയ. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ കൂടെ നമുക്ക് രക്ഷ ലഭിച്ചു. ഹല്ലേലൂയ. പുതിയ നിയമത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുന്ന ക്രിസ്തു ഉണ്ട്. അതുകൊണ്ട് ഇന്നും നമുക്ക് ദൈവത്തിന്റെ കോപത്തിൽ നമ്മൾ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒരു മധ്യസ്ഥത കർത്താവായ യേശു ക്രിസ്തു വഹിക്കുന്നുണ്ട് നമുക്ക് ആ കോപത്തിൽ നമ്മൾ രക്ഷപ്പെടുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പാപത്തിന്റെ മുന്നിൽ, നമ്മുടെ പ്രവൃത്തികളുടെ മുന്നിൽ എന്നെ സ്വർഗത്തിലെ ദൈവം തീർത്തു കളഞ്ഞേനെ. ഹല്ലേലൂയ. അങ്ങനെ ഒന്നാമത്തെ ഉദാഹരണം ഏലി പുരോഹിതന്റെ കുടുംബം. ഇസ്രായേലിന്റെ മോശ ചെയ്ത പാപത്തിന്റെ അവിടെയും ദൈവത്തിന്റെ കോപം വെളിപ്പെടുവാനിടയായി. ജെസിബേൽ എന്ന രാജ്ഞിയുടെ മേലിൽ അവിടെയും ദൈവത്തിന്റെ കോപം വെളിപ്പെടുവാനിടയായി. നോയുടെ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കോപം വെളിപ്പെടുവാനിടയായി. ഏദൻ തോട്ടത്തിൽ നിന്ന് ആദാമിനെ ഹവ്വയെ പുറത്താക്കിയപ്പോഴും അവിടെയും ദൈവത്തിന്റെ കോപം വെളിപ്പെടുവാനിടയായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ എവിടൊക്കെ ദൈവത്തിന്റെ കോപം എവിടെ വെളിപ്പെടുന്നത്? ഒന്ന്, നമ്മുടെ ജീവിതം പാപത്തിൽ നയിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ ദൈവത്തിന്റെ ഹിതപ്രകാരം അല്ലെങ്കിൽ ദൈവത്തിന്റെ against will of God, against the will of God നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ആ ദൈവത്തിന്റെ കോപം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവം ഒരിക്കലും ഒരു പാപത്തെ ദൈവം അങ്ങനെ വെച്ച് പോർപ്പിക്കുന്ന ദൈവമല്ല. അതിന് അന്നേരം ഓൺ ദ സ്പോട്ട് പണിഷ്മെന്റ് ഉള്ളത്.
അതിനെ ആമെ കൃമിയാക്കി ആമെ മാറ്റി തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജോനെ നമുക്കറിയാലോ, നിന്നെ പോണ്ടിയ ആമെ തർശീസിലോട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെയും ദൈവത്തിന്റെ കോപമായിരുന്നു. ആമേൻ. ജോനെ ദൈവം വിട്ടില്ല. ഹല്ലേലൂയ. അവിടെ ഇന്ന് എത്രയോ സ്ഥലങ്ങളിൽ ദൈവത്തിന്റെ കോപത്തെ കുറിച്ച് വായിക്കാൻ കിട്ടുന്നുണ്ട്. പക്ഷെ പുതിയ നിയമത്തിൽ വരുമ്പോൾ ക്രിസ്തുവിൽ കൂടെ നമുക്ക് രക്ഷ ലഭിച്ചു. ഹല്ലേലൂയ. നമ്മുടെ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടു. അതുകൊണ്ട് ഇത് കൃപായുഗം. ഹല്ലേലൂയ. അപ്പൊ എന്തു പറഞ്ഞാൽ നമ്മുടെ അപ്പന്റെ ദേശം ടെമ്പററിയാ. ആമേൻ. പക്ഷെ ആ ദേശം വന്നു കഴിഞ്ഞാൽ എന്തോ അടുത്ത ആക്ഷൻ എന്തോന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ അപ്പൻ്റെ അപ്പം പിന്നെ അത് ദേഷ്യം പെട്ട് കഴിഞ്ഞിട്ടായിരിക്കും അപ്പം വിചാരിക്കുന്നത് അയ്യോ ഞാൻ ചെയ്തത്. പക്ഷെ നമ്മുടെ അപ്പനാ അല്ലേ, ആ അപ്പൻ്റെ സ്നേഹമുള്ളവരെ അപ്പൻ ശിക്ഷിക്കത്തേ ഉള്ളൂ. ഹല്ലേലൂയ. അപ്പൻ ശിക്ഷിക്കുന്നതും അപ്പൻ ദേഷ്യപ്പെടുന്നതും ഒറ്റ കാര്യമേ ഉള്ളൂ, എൻ്റെ മക്കള് നന്നായി കിടക്കാൻ വേണ്ടിയാ. ഹല്ലേലൂയ. ആമേൻ. അല്ലാത്ത പക്ഷെ അപ്പൻ ശിക്ഷിക്കത്തില്ല. ഹല്ലേലൂയ. അവൻ ശിക്ഷിക്കും ഇല്ല. നമ്മുടെ അപ്പൻ ഇന്നും നമ്മളെ ശിക്ഷിക്കുന്നെങ്കിൽ, ചെറിയ ഒരു ശിക്ഷ നമുക്ക് അപ്പൻ തരുന്നെങ്കിൽ അതിനർത്ഥം കർത്താവായ ദൈവം നമ്മളെ സ്നേഹിക്കുന്നോണ്ടാ. കാരണം എന്തെന്നറിയാമോ, ദൈവം ഒരിക്കലും ആഗ്രഹിക്കത്തില്ല തന്റെ മക്കൾ നിത്യ നരകത്തിന്റെ ഭാഗമായി തീരുവാൻ ആഗ്രഹിക്കാത്തോണ്ട ചെറിയ പണിഷ്മെന്റുകൾ കർത്താവ് ദൈവം നമുക്ക് തരുന്നത്. ലാമെന്റേഷന്റെ പുസ്തകം 3-ാം അധ്യായം 22-ഉം 23-ഉം വാക്യം വായിച്ചാട്ടെ. അവിടെ പറയുന്നത് ഇങ്ങനെ, His compassion never failed, they are new every morning. ഒന്ന് വായിച്ചാട്ടെ. ആമേൻ. ഒന്ന് വായിച്ചാട്ടെ. ലാമെന്റേഷൻ 3-ാം അധ്യായം chapter 3 words 22 and 23. It is of the Lord mercies, yes, that we are not consumed, yes, because His compassion fail not. They are new every morning. Great is Thy faithfulness. So they are new at every morning. അല്ലേ? പുസ്തകം ലാമെന്റേഷൻ വിലാപ പുസ്തകം 3-ാം അധ്യായം 22-ഉം 23-ഉം വാക്യങ്ങൾ ഇപ്പൊ നമ്മൾ വായിച്ചത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ട്രയൽസ് ഒക്കെ ടെമ്പററിയാണ് അല്ലേ? ട്രയൽസ് ഒക്കെ ടെമ്പററിയാണ് അല്ലേ? പക്ഷെ ഇത് ഒരു കാര്യമുണ്ട്, ഇതിൽ നമ്മളെ ഫോർഗെറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പെർമനന്റ് ഫേവർ നമ്മൾ ഫോർഗെറ്റ് ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരുണ്ടോ? ഇതെല്ലാം ടെമ്പററിയാണ്. നമ്മുടെ ജീവിതത്തിൽ ട്രയൽസ് വരുന്നതെല്ലാം ടെമ്പററിയാണ്. പക്ഷെ ഈ ടെമ്പററി ആയിട്ട് വരുന്ന ട്രയൽസ് നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പിന്നിലുള്ള ഫേവർ നമ്മൾ അങ്ങ് മറക്കും അല്ലേ? 22-23 ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയയാകുന്നു. അവന്റെ കരുണ. അപ്പൊ നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നതെങ്കിൽ, നശിച്ചു പോകാതിരിക്കുന്നെങ്കിൽ യഹോവയുടെ ദയ. അപ്പോൾ ആ ദയ നമ്മൾ ഓർക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ ആ ദയ നമ്മളങ്ങ് മറക്കും. ആ പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ ദയ മറന്നിട്ട് നമ്മൾ മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാ. പക്ഷെ വചനം പറയുന്നു, നമ്മൾ മുടിഞ്ഞു പോകാതിരിക്കുന്നത്, ഇന്നും ഞാനും നമ്മൾ ഓരോരുത്തരും മുടിഞ്ഞു പോകാതിരിക്കുന്നത് അത് ദൈവത്തിന്റെ കൃപ മാത്രമാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ കൃപയുള്ളതുകൊണ്ട് നമ്മൾ മുടിഞ്ഞു പോകാതിരുന്നത്. ഹല്ലേലൂയ. മുടിഞ്ഞു പോകാതിരുന്നത് പറയുമ്പോൾ നശിച്ചു പോകാതിരുന്നത് ഈ ദൈവത്തിന്റെ കൃപയാ. അതിന്റെ അർത്ഥം പൈശാച ശക്തി നമ്മളെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പൈശാച മണ്ഡലങ്ങൾ നമ്മൾ തകർക്കാതിരുന്നതും അതിൽ ആ പൈശാച ശക്തിയുടെ ട്രിക്സിൽ വീഴാതിരുന്നതും അതും ദൈവത്തിന്റെ കൃപയാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ കൃപയെ എവിടെ നിൽക്കുന്നതാ. അപ്പൊ ദൈവത്തിന്റെ കൃപയോടെ ഞാൻ മുടിഞ്ഞു പോകാതിരിക്കുന്നില്ല. എന്റെ കുടുംബം മുടിഞ്ഞു പോകാതിരിക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയോണ്ടാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? ഞാനും എന്റെ കുടുംബം, എന്റെ തലമുറകൾ മുടിഞ്ഞു പോകാതിരിക്കുന്നെങ്കിൽ, നശിച്ചു പോകാതിരിക്കുന്നെങ്കിൽ ഇതിന്റെ അർത്ഥം ഒന്നേ ഉള്ളൂ, എന്റെ ദൈവത്തിന്റെ കൃപ എന്റെ മേലും എന്റെ കുടുംബത്തിന് മേൽ ചൊരിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വായിച്ചാട്ടെ. രാവിലെ തോറും പുതിയതും. അത് രാവിലെ തോറും. അപ്പൊ എവറി മോർണിംഗ് പുതിയതാ.
അപ്പൊ കൃപ, അപ്പൊ കഴിഞ്ഞ ശനിയാഴ്ച പകലുള്ള കൃപയല്ല, ഞായറാഴ്ച പകലുള്ളതാ. ഹല്ലേലൂയ. എല്ലാം മോർണിംഗ്, എവറി മോർണിംഗ് ഇറ്റ്സ് എ ന്യൂ ഫോർ യു. ഹല്ലേലൂയ. എല്ലാ മോർണിംഗിലും പുതിയ കൃപയാ. ഹല്ലേലൂയ. പഴയ കൃപയല്ല, പുതിയ കൃപയാ. യേശുവിന്റെ നാമത്തിൽ. ശനിയാഴ്ച വെളുപ്പിന് എണീറ്റപ്പോൾ പുതിയ കൃപ, ഞായറാഴ്ച വെളുപ്പിന് എണീറ്റപ്പോൾ പുതിയ കൃപ, തിങ്കളാഴ്ച വെളുപ്പിന് ദൈവം അനുവദിച്ച എണ്ണീക്കുവാങ്കിൽ അതും പുതിയ കൃപ. ഹല്ലേലൂയ. ഓരോ ദിവസം പുതിയതാ ദൈവം നമ്മൾ തരുന്നത്. അതായത് ഇന്നത്തെ അല്ല, നാളെ ദൈവം തരുന്നത്. നാളെ ദൈവം ചിലത് പുതിയതാ. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം അതായത് പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ ഉള്ള കൃപ അതാത് ദിവസം ദൈവം നമുക്ക് പുതിയതായി ദൈവം തരുന്നുണ്ട്. നമ്മളിൽ പകരപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, weeping may last for the night but joy comes in the morning. അതിന്റെ 30-5 അധ്യായം അതിന്റെ 2-ാമത്തെ 4-ാമത്തെ 3-ാമത്തെ പാരഗ്രാഫ് ഒന്ന് വായിച്ചാട്ടെ. വീപ്പിംഗ്. ആമേൻ. സന്ധ്യകൾ കരച്ചിൽ വന്ന് രാപ്പാർക്കും ഉഷസ്സിലോ ആനന്ദം വരും. ഹല്ലേലൂയ. രാത്രി കരഞ്ഞവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. പകല് മോർണിംഗില് ഉഷസ്സില് ഒരു സന്തോഷത്തിന്റെ ദിവസം. ഹല്ലേലൂയ. ഒരു സന്തോഷത്തിന്റെ കൃപയുടെ ദിവസമാണ്. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 20-ന്റെ വാക്യമാണ്. വേഗം വായിച്ചാട്ടെ. യോഹന്നാൻ 16:20. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞ് വിലപിക്കും, ലോകമോ സന്തോഷിക്കും, നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായിരിക്കും. യെസ്. എത്ര പേർക്ക് ആ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്യാൻ പറ്റും? നിങ്ങൾ ദുഃഖിക്കും, പക്ഷേ നിങ്ങൾ സന്തോഷിക്കുന്ന നാളുകൾ മുന്നിലുണ്ടാവും. ഓ, യേശുവിന് അധികാരമുള്ള നാമത്തിലാ ഇന്നോട്ട് പ്രാർത്ഥിച്ചോണം. ഞാൻ ആമേൻ ആര് എന്തു പറഞ്ഞാലും, ഒരു ദുഃഖത്തിന്റെ വാക്കുകൾ പറഞ്ഞാലും, ആമേൻ നമ്മളെ വേദനിപ്പിക്കുന്ന പ്രവൃത്തികൾ വന്നാല്, ഇന്ന് എന്റെ ദുഃഖത്തിന്റെ ദിവസമാകില്ല, നാളെ ഞാൻ സന്തോഷിക്കുന്ന ദിവസമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ദൈവം നമ്മൾ ദുഃഖത്തിൽ അധികം നാൾ നിൽക്കത്തില്ല, അധിക സമയം ദുഃഖത്തിൽ നിൽക്കത്തില്ല. ഇതിന്റെ അവസാനം ഒരു സന്തോഷത്തിന്റെ ദിവസമുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകരം ആമേൻ ഈ സഭയോട് ദൈവത്തിന് ദൂത് വിളിച്ചു പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ഇതുവരെ നിന്നെ കണ്ടുനില്ലായിരുന്നെങ്കിൽ, ഇതുവരെ നീ കണ്ടുന്ന ദുഃഖത്തിലായിരുന്നെങ്കിൽ, നിന്റെ ജീവിതം നയിക്കപ്പെട്ടെങ്കിൽ, ഇന്ന് പകല അധിക നാള് ദൈവം താമസിക്കാതെ അധിക നാളും നിന്റെ ദുഃഖം തുടരത്തില്ല എന്ന് ഇന്ന് പകൽ സഭയോട് ദൈവത്തിന്റെ ദൂത് ആമേൻ വിളിച്ചു പറയുന്നു. ഹല്ലേലൂയ. നീ ദുഃഖിക്കുമ്പോൾ നിനക്കൊരു സന്തോഷത്തിന്റെ നാളുകൾ മുന്നിലുണ്ട്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകൽ നീ ദുഃഖത്തിലാണെങ്കിൽ, നാളെ നിന്റെ സന്തോഷത്തിന്റെ ദിവസമാണ്. നീ സന്തോഷിക്കുമ്പോൾ അനേകർ ദുഃഖിക്കുന്ന നാളുകൾ മുന്നിലുണ്ട്. നീ നിലവിളിക്കുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന നാളുകൾ മുന്നിലുണ്ട്. ഹല്ലേലൂയ. Oh Jesus, amen. Amen. Night seasons as real loss, sickness waiting, but they are not permanent. Hold on because morning is coming. Amen. Nightile amen sickness onnu nammal amen nightile season nammal wait cheyenda. Oru pudhiya ushasa kaalam varununda, oru morning varununda. Amen. Sagala sickness kale maatunna amen oru morning varununda. Hallelujah. ആമേൻ. ലൂക്കോസിന്റെ സുവിശേഷം വായിക്കണ്ട 24-ാം അധ്യായം 1-6 തൊട്ട് ഇങ്ങനെ പറയുന്നു. ആമേൻ. ഒരു സ്ത്രീ യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ ചെന്നപ്പോൾ ആമേൻ അവിടെ എന്തോ സംഭവിച്ചു? അവിടെ ആ കല്ല് റോൾഡ് അവേ ആയി മാറി എന്ന് കാണുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 24-ന്റെ 1-6 വരെയുള്ള വാക്യം ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ആരവിടെ ചെന്നത്? യേശു ക്രിസ്തുവിന്റെ കല്ലറയിൽ ആരാ ചെന്നത്? മറിയ.
മറിയ അല്ലേ? അപ്പോൾ മറിയ അവിടെ ചെല്ലുമ്പോൾ, യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ അവിടെ ചെല്ലുമ്പോൾ മറിയ കാണുന്ന എന്തോ അനുഭവം? കല്ലുരുട്ടി മാറ്റി. എത്ര പേർക്ക് ഇത് മനസ്സിലാക്കുന്നുണ്ട്? നമ്മൾ ചെല്ലുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നീ കല്ലുരുട്ടി മാറ്റണം എങ്ങനല്ല, അസാധ്യമല്ലേ? നമ്മൾ ചിന്തിച്ചാൽ മതി, അതിന് മുന്നേ ദൈവപ്രവൃത്തി വെളിപ്പെടും. യേശുവിന്റെ അധികാരമുള്ള നാമത്തില് എത്ര മനോഹരമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞ. ഹല്ലേലൂയ. അവിടെ കല്ല് ഉരുട്ടി മാറ്റപ്പെട്ടപ്പോൾ അവിടെ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ഘോഷങ്ങൾ ഉയർവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. അവർ പ്രതീക്ഷിക്കുന്നതിന് അപ്പുറമായ സന്തോഷം അവിടെ കാണുവാനിടയായി. ഹല്ലേലൂയ. മേരി വിചാരിച്ചു, ആമേൻ, നമുക്കൊന്ന് മുന്നോട്ട് പോകാം, ഒന്ന് പോയി നോക്കാം ക്രിസ്തുവിന്റെ കല്ലറയല്ലേ, കർത്താവ് യേശു ക്രിസ്തു എന്റെ കല്ലറ ഒന്ന് പോയി വിസിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആമേൻ മേരി ചെല്ലുന്ന സമയത്ത് കർത്താവ് ആ ടോമിന്റെ അകത്ത് പോലില്ല. ഹല്ലേലൂയ. കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ആ കല്ല് ഉരുട്ടി മാറ്റുന്നതിന് മുന്നായി കർത്താവിന്റെ ഉയർപ്പ് നടന്നു. ആമേന. നീ അവിടെ ചെന്നത് അവനെ കാണണമെങ്കിൽ അതിന് മുന്നേ അവൻ അവിടെ ഉയർത്തെഴുന്നേറ്റു. എത്ര പേർക്ക് ദൂത് മനസ്സിലാക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, എത്ര പേർക്ക് ഇത് ഏറ്റെടുക്കാൻ പറ്റുന്നുണ്ട് എനിക്കറിയത്തില്ല. നീ ചെന്നത് ക്രിസ്തുവിനെ കാണണമെങ്കിൽ നീ ചെല്ലുന്നതിന് മുന്നേ അവിടെ ഒരു അത്ഭുതം നടന്നു. നീ ചെല്ലുന്നതിന് മുന്നേ ദൂതനെ ദൈവകർത്താവ് അയച്ച് ആമേ കല്ലുകൾ ഉരുട്ടി മാറ്റി. മേരിക്ക് പറ്റുമോ കല്ലുരുട്ടാൻ? പറ്റുമോ? ഒരു സ്ത്രീക്ക് പറ്റത്തില്ല, ഒരു പുരുഷന് പറ്റത്തില്ല, പക്ഷെ മാറ്റാൻ ഒരുവന് പറ്റും, ക്രിസ്തു. ഹല്ലേലൂയ. നീ ചെല്ലുന്നതിന് മുന്നേ നിന്റെ വഴികളിൽ മുന്നേ തടസ്സമായി നിൽക്കുന്ന പല തടസ്സങ്ങളുണ്ടല്ലോ, ഇന്ന് പകൽ അതിന്റെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേ ദൈവ കർത്താവ് തന്റെ ദൂതനായി ജലത്തിന് ഉരുട്ടി മാറ്റാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വാതിലുകൾ വഴികൾ ആമേ കർത്താവ് യേശു ക്രിസ്തു നിരപ്പാക്കാൻ പോകുക. വിശ്വസിക്കാമോ? ഹല്ലേലൂയ. വിശ്വസിക്കാമോ? ആമേൻ. നാലാമത്തെ കാര്യം, pride brings shaking, humility brings stability. സങ്കീർത്തനം 30:6-7 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഞാൻ ഒരു നാളും കുലുങ്ങി പോകയില്ല എന്ന സുഖകാലത്ത് ഞാൻ പറഞ്ഞു, യഹോവേ നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നിന്റെ പ്രസാദത്താൽ നീ എന്റെ പർവ്വതത്തെ ഉറച്ചു നിൽക്കുമാറാക്കി. നീ നിന്റെ മുഖത്തെ മറച്ചു, ഞാൻ ഭ്രമിച്ചു പോയി. നിന്റെ മുഖം മറച്ചു, അവൻ ഭ്രമിച്ചു പോയി, ഡിസ്മേഡ്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ദൈവം ചിലപ്പോൾ മുഖം മറയ്ക്കുമ്പോൾ നമ്മൾ ഡിസ്മേഡ് ആക്കും. എന്താ അല്ലേ? നമ്മള് ഭ്രമിച്ചു പോകും അല്ലേ? നമ്മൾ എന്താ പറയാ, ചില ഭയമോ കർത്താവ് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമ്മൾ പാനിക് ആയി പോകും, ഡിസ്മേഡ് ആയി പോകും അല്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. ആണോ അല്ലയോ? നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളാണ് ദാവീദ് എഴുതിയിരിക്കുന്നത്. ആമേൻ. ദാവീദിന്റെ സങ്കീർത്തനത്തിൽ ദാവീദ് വെറുതെ അല്ല എഴുതിയിരിക്കുന്നത്, അവന്റെ അനുഭവം എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അതിന്റെ പ്രൊവേർബ്സിന്റെ പുസ്തകം 16-18 വാക്യം ഇങ്ങനെ പറയുന്നു. പ്രൊവേർബ്സ് chapter 16 verse 18 പറയുന്നു, pride goes before destruction and a haughty spirit before a fall. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രൈഡ് പാടില്ല. എന്തു പാടില്ല? പ്രൈഡ് പാടില്ല അല്ലേ? നാശത്തിന് മുമ്പേ ഗർവം, നാശത്തിന് മുൻപേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ ഉന്നത ഭാവം, വീഴ്ചയ്ക്ക് മുന്നേ ഉന്നത ഭാവം അല്ലേ? അപ്പോൾ നമുക്ക് നാശത്തിൽ പോകാനുള്ള വഴി പ്രൈഡാ. എവിടെ പ്രൈഡ് ഉണ്ടോ അവിടെ നാശമുണ്ട്. പക്ഷെ ഇതൊക്കെ ഈ പ്രൈഡ് വരുന്നത് എന്തോ അറിയാമോ? വീഴ്ചയ്ക്ക് മുന്നുള്ള പ്രൈഡാ. ഹല്ലേലൂയ. അത് ശുശ്രൂഷയിലായിക്കൊള്ളട്ടെ, ആത്മീയ ജീവിതത്തിലായിക്കൊള്ളട്ടെ, ഭൗതിക ജീവിതത്തിലായിക്കൊള്ളട്ടെ, നമ്മുടെ പേഴ്സണൽ ഫാമിലി ലൈഫിലായിക്കൊള്ളട്ടെ, എവിടെ ആയിക്കൊള്ളട്ടെ, ഈ പ്രൈഡ് വരാൻ പാടില്ല. ഈ പ്രൈഡ് ഏറ്റവും വലിയ നമ്മുടെ ശത്രു. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഡിസ്ട്രക്ഷൻസ് കൊണ്ടുവരത്തുള്ളൂ. ഹല്ലേലൂയ. ഇത് വീഴുന്നതിന് മുന്നേ ഡിസ്ട്രക്ഷൻ. ഹല്ലേലൂയ. പ്രൈഡ് goes before destruction and Holy Spirit before fall. ആമേൻ. ആമേൻ. വീഴ്ചയ്ക്ക് മുൻപേ നിൽക്കണം. ആമേൻ. പ്രൈഡ് അല്ലേ?
അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പ്രൈഡ് പാടില്ല. പ്രൈഡ് കൊണ്ടുവരുന്ന പൈശാചിക ശക്തിയാ. ഒന്നിനെ കുറിച്ച് നമുക്ക് ഇച്ചിരി ചെറിയൊരു കാര്യം അറിയാമെങ്കിൽ നമ്മൾ അതിനെ കുറിച്ച് അഹങ്കരിക്കാൻ പാടില്ല. നമുക്ക് നമ്മുടെ കാട്ടി ഏറ്റവും നമ്മൾ മറ്റുള്ളവരുടെ കാട്ടി ശ്രേഷ്ഠമായിട്ട് ശുശ്രൂഷകളിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഇതൊന്നും നമ്മളെ എന്ന് ഇത് വരുന്നോ അന്ന് നമ്മുടെ തകർച്ചയുടെ ആരംഭത്തിന്റെ ദിവസമായിരിക്കുന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ല. ഹല്ലേലൂയ. നീ വീണു പോകാതെ നിന്നെ തന്നെ താനെ സൂക്ഷിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ആമേൻ. നെബൂഖദ്നേസറിന്റെ ജീവിതത്തിൽ ആമേൻ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം 30-34 നെബൂഖദ്നേസർ എന്ന രാജാവിനെ കുറിച്ച് പറയുന്നു. ആമേൻ. അവൻ നെബൂഖദ്നേസർ എന്ന രാജാവ് അവൻ സ്റ്റാച്ചു ഉണ്ടാക്കി അഹങ്കാരത്തോടെ പ്രൈഡോടെ അവൻ പറഞ്ഞു, ആമേൻ, ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന സ്റ്റാച്ചുവിന്റെ മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കണമെന്ന് വണങ്ങണമെന്ന് പറഞ്ഞ ആള് തന്നെ അഹങ്കാരത്തോട് പറഞ്ഞവൻ തന്നെ പിന്നെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഒരു അനുഭവം കാണാം. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആദ്യം പ്രൈഡായിട്ട് നിന്നവന് പിന്നെ ഹംബലായിട്ട് നിൽക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിന് കാരണം എന്തെന്നറിയാമോ? He was humbled until he recognized God's sovereignty. Hallelujah. അവൻ ഹംബലായിരുന്നത് ദൈവത്തിന്റെ sovereignty അറിഞ്ഞപ്പോൾ അവൻ ഹംബലായി തീരുവാനിടയായി. ഹല്ലേലൂയ. അവസാനത്തെ വാക്യം, God turns mourning into dancing. ആമേൻ. ഇതിൽ പറയുന്നത് 30:11 സങ്കീർത്തനം 30:11 നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു, എന്റെ രട്ട് നീ അഴിച്ച് എന്റെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു. ഓ ആമേൻ. എന്റെ വിലാപത്തെ നൃത്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയാൻ പറ്റും എന്നോട് ചേർന്ന്? എന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. നൃത്തമാക്കുക, വെയിലിംഗ്, ഡാൻസിങ്. അത് കഴിഞ്ഞിട്ട് day to turn into dancing. ഹല്ലേലൂയ. ആമേൻ. നീ എന്റെ വിലാപത്തെ നൃത്തമാക്കിയിരിക്കുന്നു, സന്തോഷം ഉടിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽ എന്റെ സന്തോഷത്തിന്റെ കാരണം ഇതാ. ഹല്ലേലൂയ. എന്റെ രട്ടഴിച്ച് എന്റെ സന്തോഷം എന്റെ സ്വർഗത്തിലെ ദൈവം ഉടിപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്റെ വിലാപത്തെ ദൈവം റദ്ദാക്കി. ഹല്ലേലൂയ. ആമേൻ. എന്റെ വിലാപത്തെ കഴിഞ്ഞ നാളുകൾ എന്റെ ജീവിതം മുഴുവനും വിലാപത്തിൽ കടന്നുപോയെങ്കിൽ ഇന്ന് പകൽ സന്തോഷത്തെ ദൈവം എന്നെ നിറച്ചന ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സന്തോഷമുണ്ട് അത് കേട്ടിട്ട്. ഹല്ലേലൂയ. ആമേൻ. അതിന്റെ ഒരു എക്സാമ്പിളോട് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 10-20 വരെയുള്ള വാക്യത്തില ആമേൻ ഹന്നയെ കുറിച്ച് നമുക്ക് കാണാം. ഹല്ലേലൂയ. ആരെ കുറിച്ചാ? ഹന്നയെ കുറിച്ച് കാണാം. ഹന്നയുടെ ജീവിതം മുഴുവന് ആമേൻ ശമൂവേലിലെ പ്രവാചകൻ ജനിക്കുന്നതിന് മുന്നേ അവള് കണ്ണുനീരോടെ ഏലി ആലയത്തിൽ കടന്നു വന്ന് കണ്ണുനീരോടെ അവൾ പ്രാർത്ഥനയോടെ എന്നപ്പോൾ ആമേൻ അവളുടെ കണ്ണുനീര് മുൻപേ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശമൂവേൽ എന്ന മകന് ദൈവം കൊടുത്തപ്പോൾ ഇതുവരെ അവളായിരുന്ന ദുഃഖത്തിന് ആമേൻ സന്തോഷത്തിന്റെ ദിവസം അവൾക്ക് ദൈവം കൊടുത്തു. ഹല്ലേലൂയ. ഒരു രാത്രി മുഴുവനും കണ്ണാളുകൾ മുഴുവൻ ഹന്നേ നീർന്ന് പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മുന്നിൽ ഇന്ന് പകൽ സ്വർഗം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗം പ്രവർത്തിച്ചപ്പോൾ നിനക്ക് സന്തോഷത്തിന്റെ ദിവസമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. അപ്പോൾ നമ്മൾ ഹന്നെ കാണുമ്പോൾ അറിയാം, ഹന്ന ശമൂവേൽ ജനിച്ചപ്പോൾ ശമൂവേൽ ആ കുഞ്ഞിനെ കണ്ടപ്പോൾ അവൾ ആനന്ദിക്കുവാൻ ഇടയായി. She rejoiced in Jesus' name. ആമേൻ. കഴിഞ്ഞ രാത്രി മുഴുവൻ അവൾ കണ്ണുനീരാങ്കിൽ അവളുടെ ഈ ഒരു മോർണിംഗ് ആമേൻ കണ്ണുനീരോടല്ല സന്തോഷത്തിന്റെ മോർണിംഗ് ആക്കി സ്വർഗത്തിലെ ദൈവം മാറ്റി. ഹല്ലേലൂയ. അവളുടെ പ്രാർത്ഥന ദൈവം കേട്ട് അവളുടെ കണ്ണുനീരിനെ ആമേൻ തുടച്ചു മാറ്റി ദൈവ സന്തോഷത്തിന്റെ ദിവസം ദൈവം കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് ആമേൻ ശമൂവേലിനെ ആമേൻ എലിപുരോഹിതന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാനിടയായി. അതിന്റെ അർത്ഥം ആലയത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുവാനിടയായി. അവൾ പറഞ്ഞ ഒരു പദമുണ്ട്, ദൈവം തരുന്ന മകനെങ്കിൽ ആ പൈതലിനെ ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കുമാ. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരും ചെയ്യുവാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യമാ, ആരും ചെയ്യുവാൻ
ചെയ്യുവാൻ താല്പര്യപ്പെടാത്തൊരു കാര്യമാ ഹന്ന ചെയ്തതുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ല. ആമേൻ. എന്ത് സംഭവിച്ചെന്നറിയാമോ? ഏലി പുരോഹിതന്റെ തലമുറകൾ നശിച്ചു പോയപ്പോൾ ശമൂവേൽ ബാലകൻ എന്ന പ്രവാചകനെ ദൈവം അവിടുന്ന് ഉയർത്തുവാനിടയായി. പട്ടണത്തിൽ മുഴുവൻ തലമുറകൾ നശിച്ചുകൊണ്ടിരുന്നപ്പോൾ ശമൂവേലിനെ ദൈവം വിളിച്ചു. ആമേൻ. ആമേൻ. ദൈവരാജ്യത്തിന് വേണ്ടി ഒരു പ്രവാചകനായി ദൈവം അവനെ പിൻകാലത്തിൽ മാനിച്ചതുള്ള കാര്യം നമ്മൾ മറന്നു പോകല്ല. ഹല്ലേലൂയ. ദൈവം തരുന്നത് ദൈവത്തിന് നമ്മൾ കൊടുക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരങ്ങൾ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യണം. അല്ല തലമുറകൾ ലഭിച്ചു കഴിഞ്ഞു നീ അങ്ങ് സന്തോഷത്തോടെ അങ്ങനെ പോലെ ദൈവം തന്ന തലമുറ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി സ്വർഗത്തിലെ കരങ്ങളിൽ ഏൽപ്പിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനാദ്യം മാതാപിതാക്കളെ ഏൽപ്പിച്ചാൽ മാത്രമേ തലമുറ ഏൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തലമുറ നിങ്ങളുടെ കരങ്ങൾ നിൽക്കത്തില്ല. ഹല്ലേലൂയ. തലമുറ കയ്യിൽ നിൽക്കണമെങ്കിൽ ആദ്യം മാതാപിതാക്കൾ ആദ്യം ആലയത്തിൽ പോകണം. ആദ്യം മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. ആദ്യം മാതാപിതാക്കൾ ചെയ്താൽ മാത്രമേ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുകയുള്ളൂ എന്നുള്ള കാര്യം മറന്നു പോകില്ല. ഇവിടെ ഒരു മാതാവ് നിലവിളിക്കുമ്പോൾ അവരുടെ കണ്ണുനീര് കണ്ട് ദൈവം പ്രവർത്തിച്ചതുപോലെ ഈ ദിവസങ്ങൾ നിന്റെ കണ്ണുനീരെ കണ്ട് ദൈവം പ്രവർത്തിക്കുന്ന നാളുകൾ നിന്റെ മുന്നിലുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് വ്യക്തമാക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. 2-3 കാര്യോട് പറഞ്ഞു അവിടെ നിർത്താം. ആമേൻ. 30-ാമത്തെ സങ്കീർത്തനം നമ്മൾ ഓർപ്പിക്കുന്നത് നമ്മളെ ചേറ്റിൽ കിടക്കുന്ന നമ്മളെ കരം പിടിച്ച് ഉയർത്തിയ ദൈവത്തിന്റെ കരം. ഹല്ലേലൂയ. 2 നമ്മൾ ഓർപ്പിക്കുന്നത് ദൈവത്തിന്റെ കോപം ഒരു God's anger is temporary but is a favor eternal. ദൈവത്തിന്റെ ദേഷ്യമോ കോപമോ അത് ടെമ്പററി എങ്കിൽ ദൈവത്തിന്റെ ഫേവർ എറ്റർണൽ. ഹല്ലേലൂയ. കണ്ണുനീര് കണ്ണുനീര് എപ്പോഴും ഒരിക്കലും പെർമനന്റ് അല്ല. കണ്ണുനീര് അതൊരു ടെമ്പററിയാ. പക്ഷെ ജോയ് നമ്മുടെ ജീവിതത്തിൽ ഒരു പെർമനന്റ്. ഹല്ലേലൂയ. ആമേൻ. 4 പ്രൈഡ് ഷേക്സ് us but humility secures us. നമ്മളെ അഹങ്കാരം പ്രൈഡ് നമ്മളെ ഷേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഹ്യൂമിലിറ്റി നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ സെക്യൂർ ചെയ്യും. ഹല്ലേലൂയ. 5 ആമേൻ. ദൈവം ആമേൻ പകലിനെ ആമേൻ നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യും. എങ്ങനെ? ആമേൻ. കഴിഞ്ഞ രാത്രി ദുഃഖത്തിന്റെ രാത്രിയെങ്കിൽ ഇന്ന് ഒരു പകൽ വരുന്നെങ്കിൽ അത് നിന്റെ നമ്മുടെ സന്തോഷത്തിന്റെയും ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ദിവസമാണെന്നുള്ള കാര്യം മറന്നു പോകില്ല. കഴിഞ്ഞ നാളുകൾ കണ്ണുനീരായിരുന്നെങ്കിൽ ഇന്ന് പകൽ നീ സന്തോഷത്തോടെ ഡാൻസ് ചെയ്ത കർത്താവിനെ ആരാധിക്കുന്ന ദിവസമായി. ഹല്ലേലൂയ. എന്ത് സംഭവിച്ചാലും നമ്മുടെ ഈ ഒരു കറണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ ഈ സമയത്തിൽ നമ്മൾക്ക് മറന്നു പോകില്ല. എത്ര വലിയ ടെംപ്റ്റേഷൻ വന്നാലും എത്ര വലിയ ട്രയൽസുകൾ വന്നാലും എത്ര വലിയ പ്രതിസന്ധികൾ വന്നാലും ഒരു കാര്യം മറന്നു പോകല്ല, നമ്മൾ ദൈവത്തിന്റെ പ്രോസസ്സിനെ നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. ആമേൻ. നമ്മുടെ നൈറ്റ് സെഷൻ സീസൺ അവസാനിക്കും. പക്ഷേ joy will come and your story will shift from sorrow to song. നമ്മുടെ നൈറ്റിലെ ദുഃഖത്തിന്റെ അവസാനിക്കുമ്പോൾ അത് അവസാനിച്ച് നമ്മുടെ നൈറ്റിന്റെ ദുഃഖം അവസാനിച്ച് ഒരു പുതിയ ഒരു ദിവസം നമ്മുടെ സോറോസ് അത് പാട്ട് സോങ് ആയി അത് മാറി തീരുത്തന്നെ ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ആമേൻ. നൈറ്റ് സീസൺ ഇന്ന് പകല് ആമേൻ ഇവിടെ വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നൈറ്റ് സീസൺ ഇവിടെ എൻഡ് ആകാൻ പോകുക. ആമേൻ. നമ്മുടെ ജോയ് വരാൻ പോകുക. നമ്മുടെ സന്തോഷത്തിന്റെ നാളുകൾ നമ്മുടെ മുന്നിലുണ്ട്. ആമേൻ. ദാവീദ് നൃത്തം ചെയ്ത് ആരാധിച്ചതുപോലെ നമ്മൾ നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിക്കുന്ന നാളുകൾ മുന്നിലുണ്ടെന്നുള്ള കാര്യം ഇന്ന് പകൽ മറന്നു പോകല്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾ നമ്മുടെ വിഷമങ്ങൾ അത് സന്തോഷമായി മാറിത്തീരും. നമ്മുടെ സോറോസ് നമ്മുടെ സോങ് ആയി മാറിത്തീരും. ദൈവം നമ്മളെ ഈ വചനത്താൽ അനുഗ്രഹിക്കുമാർ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊള്ളുന്നു. ഹല്ലേലൂയ.